നമസ്കാരം, മാസ്റ്ററിംഗ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ വേഡിൽ നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് MS വേഡിൽ നിന്ന് തന്നെ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എ സെൻറ്റൻസ് ഇൻ MS വേഡ് ക്യാൻ ബി മൂവ്ഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ് ബൈ. അതായത് നമ്മൾ വേഡിനകത്തുള്ള ഒരു സെൻറ്റൻസിനെ ഒരു പ്ലേസിൽ നിന്നും മറ്റൊരു പ്ലേസിലേക്ക് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഏതാണ്? സെലക്ട് ഓൾ കട്ട്. എല്ലാം സെലക്ട് ചെയ്തിട്ട് കട്ട് ചെയ്യുകയാണോ? സെലക്ട് കട്ട് പേസ്റ്റ്. കട്ട് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുകയാണോ? സെലക്ട് ഓൾ ആൻഡ് കോപ്പി ആണോ കൊടുക്കുന്നത്? നൺ ഓഫ് ദീസ് ആണോ? ഇതിലേതാണ് ഓപ്ഷൻ വരുന്നത്? ആൻസർ വരുന്നത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുകയാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? കട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ കട്ട് ചെയ്താൽ മാത്രം പോരാ, എന്ത് ചെയ്യണം? എവിടേക്കാണോ മൂവ് ചെയ്യേണ്ടത് ആ പ്ലേസിൽ നമ്മൾ പേസ്റ്റ് ചെയ്താൽ മാത്രമേ അത് കട്ട് ചെയ്ത പൊസിഷനിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ആകത്തുള്ളൂ. അപ്പം നമ്മുടെ ഓപ്ഷൻ വരുന്നത് ഏതാണ്? സി ഓപ്ഷനാണ്, സെലക്ട് കട്ട് പേസ്റ്റ്. ഇതാണ് ആൻസർ ആയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ബാർ ഡിസ്പ്ലേ കറണ്ട് പേജ് നമ്പർ ഇൻ MS വേഡ്? MS വേഡിനകത്ത് കറണ്ട് പേജ് നമ്പർ ഡിസ്പ്ലേ ചെയ്യുന്നത് ഏത് ബാറിലാണ്? ടാസ്ക് ബാറാണോ, സ്റ്റാറ്റസ് ബാറാണോ, ടൂൾ ബാറാണോ? ഇതിൻ്റെ വേറൊരു ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഏതാണ് ആൻസർ ആയിട്ടുള്ളത്? സ്റ്റാറ്റസ് ബാറാണ് ആൻസർ ആയിട്ടുള്ളത്. അടുത്തത് Ctrl+U ഇൻ MS വേഡ് ഈസ് യൂസ്ഡ് ഫോർ. Ctrl+U എന്ന് പറയുന്ന ഷോർട്ട് കട്ട് കീ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? അൺബ്ലോക്ക് ആണോ, അണ്ടർ സെലക്ട് ആണോ, അണ്ടർലൈൻ ആണോ? എന്താണ്? അണ്ടർലൈൻ. നമ്മൾ പഠിച്ചു ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ. ബോൾഡ് ആണെങ്കിൽ Ctrl+B, ഇറ്റാലിക് ആണെന്നുണ്ടെങ്കിൽ Ctrl+I, അണ്ടർലൈൻ ആണെന്നുണ്ടെങ്കിൽ Ctrl+U. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യൂസേജ് ഓഫ് ഫംഗ്ഷൻ കീ F7 ഇൻ MS വേഡ്. MS വേഡിനകത്ത് F7 എന്ന് പറയുന്ന ഫംഗ്ഷൻ കീ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് F7? ന്യൂ വിൻഡോ ഓപ്പൺ ചെയ്യാനാണോ, സേവാസ് ആണോ, സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ആണോ, പ്രിന്റ് പ്രിവ്യൂ ആണോ? പ്രിന്റ് പ്രിവ്യൂ ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. F7 എന്ന് പറയുന്ന ഫംഗ്ഷൻ കീ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ. സ്പെല്ലിംഗ് മിസ്റ്റേക്കോ ഗ്രാമർ മിസ്റ്റേക്കോ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് F7 എന്ന് പറയുന്ന ഫംഗ്ഷൻ കീ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. MS വേഡ് പ്രൊവൈഡ് ഡാഷ് ടൈപ്പ് ഓഫ് ടാബ് സ്റ്റോപ്പ്. എത്ര ടൈപ്പ് ടാബ് സ്റ്റോപ്സ് ആണ് MS വേഡിനകത്ത് ഉള്ളത്? എത്ര ടൈപ്പ് ആണുള്ളത്? 5 ടൈപ്പ് ടാബ് സ്റ്റോപ്സ് ആണുള്ളത്. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ടാബ് സ്റ്റോപ്സ് നേരത്തെയുള്ള ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ് ടാബ് സ്റ്റോപ്സ് വരുന്നത്? സെൻറ്റർ ഉണ്ട്, ലെഫ്റ്റ് ഉണ്ട്, റൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഡെസിമൽ ഉണ്ട്, ബാർ ഉണ്ട്. ഇത്രയുമാണ് 5 ടൈപ്പ് ഉള്ളത്. ടാബ് സ്റ്റോപ്പ് നമ്മുടെ റൂളറിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത് കിടക്കുന്നത് എന്താണ്? ലെഫ്റ്റ് ടാബാണ് കിടക്കുന്നത്. കണ്ടോ? ഒന്നുകൂടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതേത് ടാബായിട്ട് മാറും? സെൻറ്റർ ടാബായിട്ട് മാറും. നമ്മൾ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് ടാബാണ്? റൈറ്റ് ടാബാണ് വരുന്നത്. ഇനി നമ്മൾ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് വരുന്നത് ഇത് ഡെസിമൽ ടാബാണ് വരുന്നത്. അതുപോലെ തന്നെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത് ബാർ ടാബാണ്. ബാർ ടാബ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബാർ നമ്മുടെ ഒരു ലൈൻ പോലെ നമ്മുടെ ഇതിൽ വരും. അപ്പോൾ ഇതാണ് ടാബ് സ്റ്റോപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എത്ര ടാബ് സ്റ്റോപ്സ് ആണ് ഉള്ളതെന്ന് ചോദിച്ചാൽ 5 ടാബ് സ്റ്റോപ്സ് ആണ് ഉള്ളത്. ഇനി നമ്മുടെ ടാബ് സ്റ്റോപ്സിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ക്ലാസ് വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാനത് കൊടുത്തേക്കാം, അതിൻ്റെ ലിങ്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് അവൈലബിൾ ഇൻ ദി റൂളർ ഓഫ് MS വേഡ് സ്ക്രീൻ. MS വേഡിൻ്റെ റൂളറിൽ അവൈലബിൾ അല്ലാത്തത് ഏതാണ്? ലെഫ്റ്റ് ഇൻഡൻറ്റ്, റൈറ്റ് ഇൻഡൻറ്റ്, ടാബ് സ്റ്റോപ്പ് ബോക്സ്, ഫസ്റ്റ് ലൈൻ ഇൻഡൻറ്റ്. അപ്പം ഏതാണ് നമ്മുടെ ഇതിൽ അവൈലബിൾ അല്ലാത്തത്? നമുക്കറിയാം ഏതാണ്. ഇതാണ് ഏതിലുള്ളത്? റൂളറിലുള്ളത്. റൂളറിൽ അപ്പോൾ എന്തൊക്കെ വരുന്നുണ്ട്? ലെഫ്റ്റ് ഇൻഡൻറ്റ് വരുന്നുണ്ട്, റൈറ്റ് ഇൻഡൻറ്റ് വരുന്നുണ്ട്, ഫസ്റ്റ് ലൈൻ ഇൻഡൻറ്റ് വരുന്നുണ്ട്. ഏതാണ് ഇല്ലാത്തത്? ടാബ് സ്റ്റോപ്പ് ബോക്സ് ആണ് ഇല്ലാത്തത്. ടാബ് സ്റ്റോപ്പ് ബോക്സ് എവിടെയാണ്? ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമുക്ക് വരുന്നത്, റൂളറിലല്ല വരുന്നത്. അപ്പോൾ ഏതാണ് റൂളറിൽ അവൈലബിൾ അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ടാബ് സ്റ്റോപ്പ് ബോക്സ് ആണ് അവൈലബിൾ അല്ലാത്തത്.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വൺ ഓഫ് ദ ഫോളോയിങ് ലൈൻ സ്പേസിംഗ് ഓപ്ഷൻ കനോട്ട് ബി സീൻ ഇൻ ദ പാരഗ്രാഫ് ഡയലോഗ് ബോക്സ് ഇൻ MS വേഡ്. വേഡിനകത്ത് ലൈൻ സ്പേസിംഗ് ഓപ്ഷനിൽ ഇല്ലാത്തത് ഏതാണ്? സിംഗിള്, ഡബിൾ, ട്രിപ്പിൾ, മൾട്ടിപ്പിൾ. ഏതാണ് ഇല്ലാത്തത്? ട്രിപ്പിൾ ആണ് ഇല്ലാത്തത്. നമ്മൾ ലൈൻ സ്പേസിംഗ് പഠിച്ചപ്പോൾ ഓരോ ഓപ്ഷനും എടുത്ത് പറഞ്ഞതാണ്. അപ്പം ഏതൊക്കെയുണ്ട്? സിംഗിൾ ഉണ്ട്, ഡബിൾ ഉണ്ട്, മൾട്ടിപ്പിൾ ഉണ്ട്. ഏതാണ് ഇല്ലാത്തത്? ട്രിപ്പിൾ എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മുടെ ലൈൻ സ്പേസിംഗ് ഓപ്ഷനിൽ വരാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് സൂം ഓപ്ഷൻ ഈസ് നോട്ട് അവൈലബിൾ ഇൻ സൂം ഡയലോഗ് ബോക്സ് ഇൻ MS വേഡ്. സൂം ഡയലോഗ് ബോക്സിൽ അവൈലബിൾ അല്ലാത്ത ഓപ്ഷൻ ഏതാണ്? ഇതും നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഏത് പെർസെൻറ്റേജ് ആണ് അവൈലബിൾ അല്ലാത്ത? 200 ആണോ, 100 ആണോ, 75% ആണോ, 50% ആണോ? ഏതാണ് അവൈലബിൾ അല്ലാത്തത്? അവൈലബിൾ അല്ലാത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് 50% ആണ്. 200, 100, 70% ഒക്കെ സൂം ഡയലോഗ് ബോക്സിൽ അവൈലബിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കനോട്ട് പെർഫോം വൺ ഓഫ് ദ ഫോളോയിങ് ഫ്രം ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. നമ്മൾ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ അവൈലബിൾ അല്ലാത്തത്, നമുക്ക് പെർഫോം ചെയ്യാൻ കഴിയാത്തത് ഏതാണ്? ഇമെയിൽ ആണോ, സേവ് ആണോ, പ്രിൻ്റ് ആണോ, സേവാസ് ആണോ? ഏതാണ്? സേവാസ് ആണ് നമുക്ക് ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ അവൈലബിൾ അല്ലാത്തത്. അതിൽ നിന്ന് നമുക്ക് പെർഫോം ചെയ്യാൻ കഴിയാത്തത്. ഏതൊക്കെ ഓപ്ഷൻസ് ഉണ്ട്? ഇമെയിൽ ഉണ്ട്, അതുപോലെ തന്നെ സേവ്, പ്രിൻ്റ്. ഈ ഓപ്ഷൻസ് എല്ലാം നമ്മുടെ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിനകത്തുണ്ട്. നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് വേണമെങ്കിൽ ഈ ഓപ്ഷൻസ് എല്ലാം നമുക്ക് അതിനകത്ത് കൊണ്ടിടുകയും ചെയ്യാം. ഇല്ലാത്ത ഓപ്ഷൻസ് കസ്റ്റമൈസ് ചെയ്ത് കൊണ്ടിടാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Ctrl+Z ഷോർട്ട് കട്ട് കീ ഈസ് യൂസ്ഡ് ഫോർ. ഇതിനാണ് Ctrl+Z യൂസ് ചെയ്യുന്നത്. റെഡോ ആണോ, അണ്ടു ആണോ, സൂം ആണോ, പ്രിൻ്റ് ആണോ? ഏതാണ്? Ctrl+Z എന്ന് പറയുന്നത് അണ്ടു ആണ്. റിഡോയുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് Ctrl+Y ആണ് റിഡോയുടെ ഷോർട്ട് കട്ട് കീ. അണ്ടു ആണെങ്കിൽ Ctrl+Z ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രേക്കിംഗ് വേർഡ്സ് അറ്റ് ദ എൻഡ് റെപ്രസെൻറ്റഡ് ബൈ. ഇപ്പോൾ ഏതെങ്കിലും ഒരു വേർഡ് എൻഡ് ചെയ്യുന്നിടത്ത് ബ്രേക്ക് ചെയ്യുന്ന, അതായത് ഒരു വേർഡ് ബ്രേക്ക് ചെയ്ത് അടുത്ത ലൈനിലേക്ക് പോകുമ്പോൾ ആ എൻഡിൽ നമ്മൾ എന്ത് കൊടുത്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പം എക്സ്ക്ലമേഷൻ ആണോ കൊടുക്കുന്നത്, ഇൻട്രോഗേഷൻ ആണോ, ഹൈഫൻ ആണോ, കോമയാണോ കൊടുക്കുന്നത്? ഏതാണ്? ഹൈഫൻ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു വലിയ വേർഡൊക്കെയാണ് നമ്മുടെ വേർഡ് എന്താ ആ ഒരു ലൈനിൻ്റെ എൻഡിലെത്തി. ഇനി ബാലൻസ് നമുക്ക് അടുത്ത ലൈനിൽ പോകണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും? ഹൈഫൻ കൊടുത്തിട്ടാണ് അടുത്ത ലൈനിൽ നമ്മൾ ടൈപ്പ് ചെയ്യാറുള്ളത്. അത് മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ MS വേഡ് വിൽ പ്രിന്റ് എ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഫസ്റ്റ് കോപ്പി ദെൻ ദ സെക്കൻഡ് സെറ്റ് ആൻഡ് സോ ഓൺ. വിച്ച് ഓപ്ഷൻ ഈസ് സെലക്റ്റഡ്? അതായത് നമ്മൾ പ്രിന്റ് കൊടുക്കുന്ന സമയത്ത് ഒരു സെറ്റ് ഓഫ് കോപ്പി ഉണ്ടെങ്കിൽ ആ ഫസ്റ്റ് സെറ്റ് ഫുള്ള് പ്രിന്റ് ചെയ്തതിന് ശേഷം സെക്കൻഡ് സെറ്റ് പ്രിന്റ് ചെയ്യും. അങ്ങനെ പ്രിന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ പ്രിന്റ് ഡയലോഗ് ബോക്സിലെ ഏത് ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? സെലക്ഷൻ ആണോ, കൊളേറ്റ് ആണോ, പ്രിന്റ് ടു ഫയൽ ആണോ, മാനുവൽ ആണോ? ഏതാണ് കൊടുക്കേണ്ടത്? കൊളേറ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. Ctrl+P കൊടുക്കുക. Ctrl+P ആണ് ഏതിൻ്റെത്? പ്രിന്റിൻ്റെ ഡയലോഗ് ബോക്സ് അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ട ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് Ctrl+P ആണ്. അപ്പോൾ ഇവിടെ പ്രിന്റ് പേജ് റേഞ്ച് ഉണ്ട്, കണ്ടോ? ഓൾ പേജ് കൊടുക്കാം, കറണ്ട് പേജ് കൊടുക്കാം, പേജസ് കൊടുക്കാം. അതുപോലെ തന്നെ ഇത് ശ്രദ്ധിച്ചോ നിങ്ങൾ, കൊളേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ടിക്ക് ചെയ്തിട്ടുണ്ട്. എന്താ? 1, 2, 3, അതായത് ഫസ്റ്റ് സെറ്റ്, സെക്കൻഡ് സെറ്റ്, തേർഡ് സെറ്റ് അതേപോലെ പ്രിന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് കൊടുക്കണം? കൊളേറ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇൻ MS വേഡ് ഫോർമുല ഓപ്ഷൻ ഈസ് അവൈലബിൾ ഇൻ. ഫോർമുല എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇക്വേഷൻസ്, ഈ ഓപ്ഷൻ നമുക്ക് എവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്? ഏത് മെനുവിലാണ്? ഫോർമാറ്റ് മെനുവിലാണോ, എഡിറ്റ് മെനുവിലാണോ, ഇൻസേർട്ട് മെനുവിലാണോ, ടേബിൾ മെനുവിലാണോ? ഏതിലാണ്? നമ്മുടെ ഇൻസേർട്ട് മെനുവിലാണ് നമുക്ക് സിമ്പിൾസ് ആൻഡ് ഇക്വേഷൻസ് എന്ന് പറയുന്ന ആ ഒരു മെനു അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. വിച്ച് ടൂൾ ഇൻ MS വേഡ് ഈസ് യൂസ്ഡ് ഫോർ സിനോണിംസ്. സിനോണിംസിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് ടൂളാണ് യൂസ് ചെയ്യുന്നത്? ഗ്രാമർ ആണോ, തെഷേഴ്സ് ആണോ, ട്രാൻസ്ലേറ്റ് ആണോ, കമ്പൈലർ ആണോ? ഏതാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ പഠിച്ചതാണ്. ഗ്രാമർ എന്താ? സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. തെഷേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മീനിങ്. ഏതെങ്കിലും ഒരു വേർഡിൻ്റെ മീനിങ് അറിയണമെങ്കിൽ നമ്മൾ ഏത് യൂസ് ചെയ്യും? തെഷേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യും. അപ്പോൾ സിനോണിമിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടൂൾ ഏതാണ്? തെഷേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
വിച്ച് ഫീച്ചർ ഹെൽപ്പ് യു ടു ഇൻസേർട്ട് ദി കണ്ടന്റ് ഓഫ് ദ ക്ലിപ്പ് ബോർഡ് ആസ് ടെക്സ്റ്റ് വിത്തൗട്ട് എനി ഫോർമാറ്റിംഗ്. അതായത് ഏത് ഫീച്ചറാണ് നമുക്കൊരു കണ്ടന്റ്, ഒരു ക്ലിപ്പ് ബോർഡിലുള്ള കണ്ടന്റിനെ ഫോർമാറ്റിംഗ് ഒന്നും കൂടാതെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഏത് ഓപ്ഷനാണ്? പേജ് സെറ്റപ്പ് ആണോ, പേസ്റ്റ് സ്പെഷ്യൽ ആണോ, ഫോർമാറ്റ് പെയിൻറ്റർ ആണോ, സ്റ്റൈൽസ് ആണോ? ഏതാണ് യൂസ് ചെയ്യുന്നത്? ഫോർമാറ്റിംഗ് ഒന്നുമില്ലാതെ ക്ലിപ്പ് ബോർഡിലുള്ള കണ്ടന്റിനെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പേസ്റ്റ് സ്പെഷ്യൽ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻസെർട്ട് ഗോസ്റ്റഡ് ടെക്സ്റ്റ് ബിഹൈൻഡ് ദ കണ്ടന്റ് ഓൺ എ പേജ്, വിച്ച് ഓപ്ഷൻ ഈസ് യൂസ്ഡ്? ഗോസ്റ്റഡ് ടെക്സ്റ്റ് നമ്മുടെ ആ ഒരു പേജിൻ്റെ കണ്ടന്റിന് ബിഹൈൻഡിലായിട്ട് ഒരു ഗോസ്റ്റഡ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് പേടിക്കേണ്ട, എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം ഡിസ്കസ് ചെയ്തതാണ്. നമ്മുടെ ഡോക്യുമെൻറ്റിന് ബാക്ക്ഗ്രൗണ്ടിലായിട്ട് അല്ലെങ്കിൽ ബിഹൈൻഡിലായിട്ട് ഏതെങ്കിലും ഒരു ഇമേജോ ടെക്സ്റ്റോ ഒക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ഓപ്ഷനായിരുന്നു യൂസ് ചെയ്തിരുന്നത്? ഏതായിരുന്നു? വാട്ടർമാർക്കാണ് യൂസ് ചെയ്തിരുന്നത്. അതാണ് ഇവിടെയും ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓർത്താൽ മതി, നമ്മുടെ പേജ് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റിൻ്റെ കണ്ടൻറ്റിൻ്റെ ബിഹൈൻഡിലായിട്ട് എന്ത് ടെക്സ്റ്റോ ഇമേജോ ഒക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വാട്ടർമാർക്കാണ്. എഫക്റ്റ് അല്ല, ടെക്സ്റ്റ് ബോക്സ് അല്ല, ഹൈഫനേഷൻ അല്ല, ഇതാണ് യൂസ് ചെയ്യുന്നത്, വാട്ടർമാർക്കാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡീഫോൾട്ട് ഫോണ്ട് യൂസ്ഡ് ഇൻ MS Word 2007, വേർഡ് 2007 യൂസ് ചെയ്തിരിക്കുന്നത് ഡീഫോൾട്ട് ഫോണ്ട് ഏതാണ്? ടൈംസ് ന്യൂ റോമൻ ആണോ, ഏരിയൽ ആണോ, കാലിബ്രി ആണോ, അൾജീരിയൻ ആണോ? ഏതാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അറിയാം, അവിടെ കിടക്കുന്ന ഏതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്? കാലിബ്രി ആണ്. വേർഡ് 2007 നോക്കി, ഏതാണ് കിടക്കുന്നത്? കാലിബ്രി ആണ് കിടക്കുന്നത്. അപ്പോൾ ഡീഫോൾട്ട് ഫോണ്ട് എന്ന് പറയുന്നത് ഏതാണ്? കാലിബ്രി ആണ് ഡീഫോൾട്ട് ആയിട്ടുള്ള ഫോണ്ട്. അപ്പോൾ ആൻസർ ഏതാണ്? കാലിബ്രി. അടുത്തത്, ഡ്രോപ്പ് ക്യാപ്പ് മീൻസ് എന്താണ്? ഡ്രോപ്പ് ക്യാപ്പ് സ്മോൾ ക്യാപ്സ് ആണോ, സ്മോൾ ലെറ്റേഴ്സ് ആണോ, ടോഗിൾ കേസ് ആണോ, ഓൾ ക്യാപ്സ് ആണോ, നൺ ഓഫ് ദീസ് ആണോ? എന്താണ് ഡ്രോപ്പ് ക്യാപ്പ് എന്ന് പറയുന്നത്? സ്മോൾ ലെറ്റർ അല്ല, ടോഗിൾ കേസ് അല്ല, ഓൾ ക്യാപ്പ് അല്ല. അപ്പോൾ എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? നൺ ഓഫ് ദീസ് ആണ്. അപ്പോൾ എന്താണ് ഡ്രോപ്പ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ? ഡ്രോപ്പ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പാരഗ്രാഫിൻ്റെ ഫസ്റ്റ് ലെറ്റർ ലാർജർ ലെറ്റർ അല്ലെങ്കിൽ ലാർജ് സൈസിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? ഡ്രോപ്പ് ക്യാപ്പ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ന്യൂസ് പേപ്പറിലേക്ക് ന്യൂസൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ തിരുവനന്തപുരം ആണെന്നുണ്ടെങ്കിൽ എന്ത് വരും? വലിയ സൈസിലായിരിക്കും വരുന്നത്. അതുപോലെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? ഡ്രോപ്പ് ക്യാപ്പ് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് കൺട്രോൾ പ്ലസ് ഈക്വൽ കീ എഫക്റ്റ്? കൺട്രോൾ കീയും ഈക്വൽ കീയും കൂടി ഒരുമിച്ച് പ്രസ് ചെയ്താൽ, അല്ലെങ്കിൽ കൺട്രോൾ പ്ലസ് ഈക്വൽ എന്ന് പറയുന്നത് ഷോർട്ട് കട്ട് കീ യൂസ് ചെയ്താൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? എന്ത് എഫക്റ്റ് ആണ് ഉണ്ടാകുന്നത്? സൂപ്പർ സ്ക്രിപ്റ്റ് ആണോ, ഗ്രോ ഫോണ്ട് ആണോ, സബ്സ്ക്രിപ്റ്റ് ആണോ, നൺ ഓഫ് ദീസ് ആണോ? ഏതാണ് കിട്ടുന്നത് നമുക്ക്? കൺട്രോൾ പ്ലസ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രിപ്റ്റ് ആണ്. കൺട്രോൾ ഷിഫ്റ്റ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സൂപ്പർ സ്ക്രിപ്റ്റും, കൺട്രോൾ പ്ലസ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രിപ്റ്റുമാണ് കിട്ടുന്നത്. ഇനി അടുത്ത നോക്കി, ഇനി ഗ്രോ ഫോണ്ട് ആണെങ്കിലോ കൺട്രോൾ പ്ലസ് ഗ്രേറ്റർ ദാൻ ആണ് ഗ്രോ ഫോണ്ട്. അതുപോലെ തന്നെ ഷ്രിങ്ക് ഫോണ്ട് ആണെങ്കിൽ കൺട്രോൾ പ്ലസ് ലെസ് ദാൻ ആണ് ഷോർട്ട് കട്ട് കീ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ എക്സ്പാൻഷൻ ഓഫ് PDF? PDF-ൻ്റെ എക്സ്പാൻഷൻ എന്താണ്? ഫോട്ടോഗ്രാഫിക് ഡോക്യുമെൻറ്റ് ഫോർമാറ്റ് ആണോ, പ്രിൻ്റബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റ് എന്നാണോ, പ്രൊട്ടക്റ്റഡ് ഡോക്യുമെൻറ്റ് ഫോർമാറ്റ് ആണോ, അതോ പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റ് ആണോ? ഇതിൽ ഏതാണ് PDF-ൻ്റെ ഫുൾ ഫോം? PDF-ൻ്റെ ഫുൾ ഫോം ഏതാണ്? പോർട്ടബിൾ ഡോക്യുമെൻ്റ് ഫോർമാറ്റ് എന്നതാണ് PDF-ൻ്റെ ഫുൾ ഫോം. അപ്പോൾ PDF-ൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റ് എന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഒരു 20ഓളം ക്വസ്റ്റ്യൻസ് ആണ് വേർഡിൽ നിന്നും. ഇതെല്ലാം പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ അറിഞ്ഞൂടാത്ത ഉണ്ടെങ്കിൽ നിങ്ങൾ 1-2 തവണ റിപ്പീറ്റ് ചെയ്ത് കേട്ട് പഠിക്കുക. അതുപോലെ തന്നെ നോട്ട് ചെയ്ത് വെക്കുക, അറിഞ്ഞൂടാത്തതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് PDF നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ ലഭിക്കുന്നതായിരിക്കും. കുറച്ച് വേർഡിൻ്റെ ഫുള്ള് ക്വസ്റ്റ്യൻസ് നമ്മൾ റിവൈസ് ചെയ്തതിന് ശേഷം മാത്രമേ PDF നമ്മുടെ ടെലഗ്രാം ചാനലിൽ ലഭിക്കത്തുള്ളൂ. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്